എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. രാമായണ പാരായണം വ്യാഖ്യാനത്തോടുകൂടി നടത്തിയാൽ നന്നായിരിക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടതനുസരിച്ച് സവ്യാഖ്യാനമായിട്ട് പാരായണം നടത്താൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്തേ. പാരായണത്തിൻ്റെ 7-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിലെ 6-ാമത്തെ സർഗമാണ് പാരായണം ചെയ്യുന്നത്. ഗംഗാനദി കടന്ന് സീതയോടൊപ്പം രാമലക്ഷ്മണന്മാർ ഭരദ്വാജമുനിയുടെയും വാൽമീകിയുടെയും ആശ്രമം സന്ദർശിക്കുന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വജസാ ഘൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. വെറും നിലത്ത് ഉറങ്ങിക്കിടക്കുന്ന ശ്രീരാമനെ നോക്കി ഗുഹൻ ലക്ഷ്മണനോട് പറയുന്നതും ലക്ഷ്മണന്റെ മറുപടിയുമാണ് ഇവിടെ പ്രതിപാദ്യം. ശ്രീ മഹാദേവ ഉവാച സുപ്തം രാമം സമാലോക്യ ഗുഹസോശ്രുപരിപ്ലുത ലക്ഷ്മണം പ്രാഹ വിനയാത് ഭ്രാത പശ്യസി രാഘവം ശയാനം കുശപത്രൗഖ സംസ്ഥരേ സീതയാ സഹ യശ്വേദേ സ്വർണപങ്ക്ത്യംഗേ സ്വാസ്തീർണേ ഭവനോത്തമേ. ഉറങ്ങിക്കിടക്കുന്ന രാമനെ നോക്കി കണ്ണീർ വാർത്തുകൊണ്ട് ഗുഹൻ വിനയത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു, സഹോദര, മണിമാളികയിൽ ഭംഗിയായി വിരിച്ചിട്ട കനകക്കട്ടിലിൽ കിടക്കേണ്ട രാഘവൻ ഈ ദർഭപ്പുല്ലും ഇലകളും നിരത്തി ചമച്ച കിടക്കയിൽ സീതയോടത്ത് ശയിക്കുന്നത് കാണുന്നുവല്ലോ. കൈകേകി രാമദുഃഖസ്യ കാരണം വിധിനാ കൃത മന്ദരാ ബുദ്ധിമാസ്തായ കൈകേയി പാപം ആചരത്. വിധിവശാൽ കൈകേകി രാമന്റെ ദുഃഖത്തിന് കാരണമായി തീർന്നു. മന്ദരയുടെ കുബുദ്ധിയിൽ കുടുങ്ങി കൈകേകി കടും കൈയാണ് ചെയ്തത്. തത് ശ്രുത്വാ ലക്ഷ്മണ പ്രാഹ സഖേ ശൃണുവജോ മമ കസ്യ ഹേതുർദുഃഖസ്യ കച്ച ഹേതു സുഖസ്യ വാ സ്വപൂർവാർജിത കർമ്മൈവ കാരണം സുഖദുഃഖയോഹോ. ലക്ഷ്മണൻ പറഞ്ഞു, സ്നേഹിത, എൻ്റെ വാക്ക് നീ കേൾക്കൂ. ആരാണ് ദുഃഖത്തിന് കാരണം? ആരാണ് സുഖത്തിന് കാരണം? സ്വയം പൂർവജന്മത്തിൽ ആർജിച്ച
കർമ്മം മാത്രമാണ് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം. സുഖസ്യ ദുഃഖസ്യ ന കോപി ദാതാ പരോ ദാതാതീതി കുബുദ്ധിരേഷ അഹം കരോമീതി വൃതാഭിമാന സ്വകർമ്മസൂത്രഗ്രഥിതോ ഹി ലോക. സുഖവും ദുഃഖവും ആരും തരുന്നതല്ല, അന്യൻ തരുന്നുവെന്ന് ചിന്തിക്കുന്നത് തന്നെ ബുദ്ധിഹീനതയാണ്. ഞാൻ പ്രവൃത്തി ചെയ്യുന്നു എന്ന അഭിമാനവും വെറുതെയാണ്. കാരണം ലോകം സ്വകർമ്മങ്ങളുടെ ചരടാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. കർമ്മങ്ങളുടെ അദൃശ്യമായ വാസന വ്യക്തിയുടെ ജീവിത വ്യാപാരത്തെ നിയന്ത്രിക്കുന്നു. അന്യൻ ചെയ്യുന്നു എന്ന ധാരണ വെറുതെയാണ് എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞതിൻ്റെ സാരം. സുഹൃൻ മിത്ര ഉദാസീന ദ്വേഷ്യമധ്യസ്ഥ ബാന്ധവാഃ സ്വയമേവാചരൻ കർമ്മ തഥാ തത്ര വിഭാവ്യതേ. സ്വയം കർമ്മം ചെയ്തുകൊണ്ട് തന്നെ സ്നേഹിതൻ, സുഹൃത്ത്, ശത്രു, ഉദാസീനൻ, ദേഷിക്കപ്പെടേണ്ടവൻ, മധ്യസ്ഥൻ, ബന്ധു എന്നിങ്ങനെ അതാതിടത്ത് അതാത് പ്രകാരം ഭാവന ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആത്മൈവാത്മ്യനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്മരണീയമാണ്. അതായത് ഒരാളുടെ ശത്രുവും മിത്രവും അവൻ തന്നെയാണെന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. സുഖം വായതി വാ ദുഃഖം സ്വകർമ്മവശഗോ നരഃ യദ്യത് യഥാഗതം തത്തത് ഭുക്ത്വാ സ്വസ്ഥമനാ ഭവേത്. സുഖമായാലും ദുഃഖമായാലും അത് സ്വന്തം കർമ്മത്താൽ വന്നു ചേർന്നതാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് സ്വകർമ്മത്തിൽ നിഷ്ഠയോടെ മനുഷ്യൻ ശാന്തചിത്തനായി പ്രവർത്തിക്കണം. നമേ ഭോഗാഗമേ വാഞ്ച നമേ ഭോഗവിവർജനേ ആഗച്ഛതു അഥവാ ഗച്ഛതു അഭോഗവശഗോ ഭവേത്. ഭോഗസുഖങ്ങൾ വന്നുപെടണമെന്ന ആഗ്രഹം എനിക്കില്ല, ഭോഗം വർജിക്കണമെന്നും ഇല്ല. അത് വരികയോ പോകുകയോ ചെയ്യട്ടെ, ഭോഗത്തിന് വശകനാകാൻ പാടില്ല തന്നെ. യസ്മിൻ ദേശേജ കാലേജ യസ്മാദ്വായേന കേന വാ കൃതം ശുഭാശുഭം കർമ്മ ഭോജ്യം തത്ര നാന്യഥാ. ഏത് സ്ഥലത്തായാലും ഏത് കാലത്തായാലും ഏത് വഴിക്കായാലും ഏതൊരു വ്യക്തിയാൽ ആയാലും നല്ലതായാലും ചീത്തയായാലും ചെയ്ത കർമ്മം അതാതിടത്ത് അനുഭവിച്ചേ പറ്റൂ. കർമ്മഫലം അത്രമാത്രം അനിവാര്യമാണ്, അത് അനുഭവിക്കാതെ തീരുകയില്ല എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. അലം ഹർഷവിഷാദാഭ്യാം ശുഭാശുഭഫലോദയേ വിധാത്രാവിഹിതം യദ്യത് തദലംഘ്യം സുരാസുരൈഃ. ശുഭവും അശുഭവുമായ ഫലം വരുമ്പോൾ സന്തോഷവും ദുഃഖവും ഉണ്ടാകരുത്. ദൈവം വിധിച്ചതേതോ അത് ദേവന്മാർക്കും അസുരന്മാർക്കും പോലും ലംഘിക്കാൻ സാധിക്കുന്നതല്ല. വിധി അലംഘനീയമാണെന്ന് സാരം. സർവദാ സുഖദുഃഖാഭ്യാം നരപ്രത്യപരുധ്യതേ ശരീരം പുണ്യപാപാഭ്യാം ഉൽപ്പന്നം സുഖദുഃഖവത്. മനുഷ്യൻ എപ്പോഴും സുഖദുഃഖങ്ങളാൽ തടയപ്പെടുകയാണ് ചെയ്യുന്നത്. ദേഹമാകട്ടെ പുണ്യപാപങ്ങളിൽ നിന്നുണ്ടായതും സുഖ ദുഃഖമയവുമാണ്. സുഖസ്യാനന്തരം ദുഃഖം ദുഃഖസ്യാനന്തരം സുഖം ദ്വയമേതദ്ധി ജന്തൂനാം അലംഘ്യം ദിനരാത്രിവത്. രാത്രിയും പകലും പോലെ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് സുഖവും ദുഃഖവും. സുഖത്തിന് ശേഷം ദുഃഖം, ദുഃഖം കഴിഞ്ഞാൽ സുഖം. ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. സുഖമധ്യേ സ്ഥിതം ദുഃഖം ദുഃഖമധ്യേ സ്ഥിതം സുഖം ദ്വയം അന്യോന്യ സംയുക്തം പ്രോച്യതേ ജലപങ്കവത്. വെള്ളത്തിലെ
ചെളി പോലെ, ജലവും ചെളിയും പോലെ സുഖത്തിൻ്റെ നടുക്ക് ദുഃഖമുണ്ട്, ദുഃഖത്തിൻ്റെ മധ്യത്തിൽ സുഖവും ഉണ്ട്. ഇത് പരസ്പരം ചേർന്നിരിക്കുന്നതാണ്. തസ്മാത് ധൈര്യേണ വിദ്വാംസ ഇഷ്ടാനിഷ്ടോപപത്തിഷു ന ഹൃഷ്യന്തി ന മുഹ്യന്തി സർവം മായേതി ഭാവനാത്. അതുകൊണ്ട് അറിവുള്ളവർ ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും എല്ലാം മായ എന്ന ഭാവനയോടെ ധൈര്യം കൊള്ളുന്നത് കൊണ്ട് സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ. ഗുഹലക്ഷ്മണയോരേവം ഭാഷതോർവിമലം നഭ ബഭൂവ രാമസലിലം സ്പൃഷ്ട്വാ പ്രാതസമാഹിതഃ ഉവാച ശീഘ്രം സുദൃഢാം നാപമാനയ മേ സഖേ ശ്രുത്വാ രാമസ്യ വചനം നിഷാദാധിപതിർഗുഹ സ്വയമേവ ദൃഢാം നാപമാനീനായ സുലക്ഷണാം സോമിന്നാരുഹ്യതാം നൗകാം സീതായാ ലക്ഷ്മണേന ച. ഗുഹലക്ഷ്മണന്മാരുടെ സംസാരം തുടരവേ നേരം പുലർന്നു. രാമൻ ഉണർന്ന് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് വളരെ പെട്ടെന്ന് ഉറപ്പുള്ള വള്ളം കൊണ്ടുവരുവാൻ നിഷാദ നേതാവായ ഗുഹനോട് പറഞ്ഞു. ഉടൻ ഗുഹൻ വള്ളം കൊണ്ടുവന്ന് ലക്ഷ്മണനോടും സീതയോടുമൊപ്പം ശ്രീരാമനെ വള്ളത്തിൽ കയറുവാൻ അഭ്യർത്ഥിച്ചു. വാഹയേ ജ്ഞാതിഭിഃ സാർദ്ധം അഹമേവ സമാഹിതഃ തഥേതി രാഘവ സീതാം ആരോപ്യ ശുഭലക്ഷണാം ഗുഹസ്യ ഹസ്താവ് ആലംബ്യ സ്വയം ച ആരോഹദച്യുത ആയുധാദീൻ സമാരോപ്യ ലക്ഷ്മണോപ്യാരുരോഹ ച. ഗുഹസ്താൻ വഹയാമാസ ജ്ഞാതിഭിഃ സഹിതഃ സ്വയം ഗംഗാമധ്യേ ഗദാം ഗംഗാം പ്രാർത്ഥയാമാസ ജാനകി. എല്ലാവരെയും ഞാൻ ശ്രദ്ധാപൂർവം മറുകര കടത്താം എന്ന് ഗുഹൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ശുഭലക്ഷണയായ സീതയെ ആദ്യം കയറ്റിയിരുത്തി ഗുഹന്റെ കൈപിടിച്ച് രാമനും കയറി ആയുധാദികൾ വള്ളത്തിലാക്കിയിട്ട് ലക്ഷ്മണനും കയറി. ഗംഗയുടെ മധ്യത്തിലെത്തിയപ്പോൾ സീതാദേവി ഗംഗയെ പ്രാർത്ഥിച്ചു. ദേവി ഗംഗേ നമസ്തുഭ്യം നിവൃത്താ വനവാസതഃ രാമേണ സഹിതാഹം ത്വാം ലക്ഷ്മണേന ച പൂജയേ. അല്ലയോ ഗംഗാദേവി, ഞാൻ അങ്ങയെ വണങ്ങുന്നു. വനവാസം കഴിഞ്ഞ് മടങ്ങുമ്പോൾ രാമ ലക്ഷ്മണന്മാരോടൊത്ത് അമ്മയെ യഥാവിധി പൂജിച്ചു കൊള്ളാം. ഇത്യുക്ത്വാ പരകൂലം തൗ ശനൈരുത്തീത്യ ജഗ്മതു. ഇങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും സാവധാനം നദി കടന്ന് മറുകരയിലെത്തി. ഗുഹോ വിരാഘവം പ്രാഹ ഗമിഷ്യാമി ത്വയാ സഖ അനുജ്ഞാം ദേഹി രാജേന്ദ്ര നോചേത് പ്രാണാം സ്ത്യജാമഹം. മറുകരയിലെത്തിയപ്പോൾ ഗുഹൻ രാമനോട് പറഞ്ഞു, അല്ലയോ പ്രഭോ, അങ്ങയുടെ കൂടെ ഞാനും വരുന്നതിന് അനുമതി ഉണ്ടാകണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ വെടിയും. ശ്രുത്വാ നൈഷാദിവചനം ശ്രീരാമസ്തദമഥാബ്രവീത് ചതുർദശ സമാസ്തിത്വാ ദണ്ഡകേ പുനരപ്യഹം ആയാസ്യാം വിദിതം സത്യം നാസത്യം രാമഭാഷിതം ഇത്യുക്ത്വാലിംഗ്യതം ഭക്തം സമാശ്വാസ്യ പുനഃ പുനഃ നിവർത്തയാമാസ ഗുഹം സോഭിക്ഷാദ്യയൗ ഗൃഹം. ആ നിഷാദന്റെ വാക്ക് കേട്ടിട്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു, ദണ്ഡകാരണ്യത്തിൽ 14 വത്സരം വസിച്ചിട്ട് ഞാൻ വീണ്ടും ഇവിടെ വരും. ഇത് സത്യമാണ്. രാമന്റെ വാക്ക് അസത്യമാകുകയില്ല. ഇപ്രകാരം പറഞ്ഞ് ഭക്തനായ ആ ഗുഹനെ വീണ്ടും വീണ്ടും പുണർന്ന് ആശ്വസിപ്പിച്ച് മടക്കി അയച്ചു. അദ്ദേഹം വിഷമത്തോടുകൂടി വീട്ടിലേക്ക് പോയി. തതോ രാമസ്തു വൈദേഹ്യ ലക്ഷ്മണേന സമന്വിത ഭരദ്വാജാശ്രമപദം ഗത്വാ ബഹിരുപസ്ഥിത തത്രൈകം വടുകം ദൃഷ്ട്വാ രാമ പ്രാഹ ച ഹേ വടോ രാമോ ദാശരഥി സീതാലക്ഷ്മണാഭ്യാം സമന്വിത
ആസ്തേ ബഹിർവനേസ്യേതി ഉച്യതാം മുനിസന്നിധൗ. രാമനും സീതയും ലക്ഷ്മണനും ഭരദ്വാജ ആശ്രമത്തിലെത്തി വെളിയിൽ കാത്തിരുന്നു. അവിടെ ഒരു ബ്രഹ്മചാരിയെ കണ്ട് ശ്രീരാമൻ പറഞ്ഞു, അല്ലയോ ബ്രഹ്മചാരി, ദശരഥപുത്രനായ രാമൻ സീതാലക്ഷ്മണന്മാരോടുകൂടി ആശ്രമത്തിന് പുറത്തിരിക്കുന്നു എന്ന് ഭരദ്വാജ മുനിയോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. തച്ഛ്രുത്വാ സഹസാ ഗത്വാ പാദയോ പതിതോ മുനേ സ്വാമിൻ രാമസമാഗത്യ വനാത് ബഹിരവസ്ഥിത സഭാര്യ സാനുജ ശ്രീമാൻ ആഹമാം ദേവസന്നിഭ ഭരദ്വാജായ മുനയേ ജ്ഞാപയസ്വ യഥോചിതം. തച്ഛ്രുത്വാ സഹസോത്ഥായ ഭരദ്വാജോ മുനീശ്വര ഗൃഹീത്വാർഘ്യം ച പാദ്യം ച രാമസാമീപ്യം ആയയോ. ഈ ബ്രഹ്മചാരി മുനിയുടെ അടുക്കൽ ചെന്ന് അറിയിച്ചപ്പോൾ തന്നെ അർഘ്യപാദ്യാദികളുമായി ഭരദ്വാജ മുനി ശ്രീരാമന്റെ സവിധത്തിൽ എത്തിച്ചേർന്നു. ദൃഷ്ട്വാ രാമം യഥാന്യായം പൂജയിത്വാ സലക്ഷ്മണം ആഹമേ പർണശാലാംഭോ രാമ രാജീവലോചന ആഗശ്ച പാദരജസാ പുനീഹി രഘുനന്ദന ഇത്യുക്തോ അടയമാനീയ സീതയാ സഖരാഘവോ ഭക്ത്യാ പുനഃ പൂജയിത്വാ ചകാരാദിത്യമുത്തമം അദ്യാഹം തപസപാരം ഗതോസ്മി തപസംഗമാത്. ലക്ഷ്മണസഹിതനായ രാമനെ ദർശിച്ച് യഥാവിധി പൂജ ചെയ്ത ശേഷം ഭരദ്വാജമുനി ശ്രീരാമനോട് പറഞ്ഞു, ചെന്താമരാക്ഷനായ രഘുനന്ദന രാമ, അങ്ങയുടെ ചരണധൂളിയാൽ എൻ്റെ പർണശാല പാവനമാക്കിയാലും. ജ്ഞാതം രാമതപോദന്തം ഭൂതം ചാഗാമികം ചയത് ജാനാമി ത്വാം പരാത്മാനം മായയാ കാര്യമാനുഷം. അല്ലയോ രാമ, അങ്ങയുടെ കഴിഞ്ഞുപോയതും ഇനി വരേണ്ടതുമായ എല്ലാ കഥയും എനിക്കറിയാം. മായയാൽ മനുഷ്യവേഷം പൂണ്ട പരമാത്മാവാണ് എന്ന് നിന്നെ ഞാൻ അറിയുന്നു. യഥാർത്ഥം അവതീർണോസി പ്രാർത്ഥിതോ ബ്രഹ്മണാ പുരാ യദർത്ഥം വനവാസസ്തേ യത് കരിഷ്യസി വൈ പുരാ ജാനാമി ജ്ഞാനദൃഷ്ട്യാഹം ജാതയാ ത്വദുപാസനാത് ഇതപരം ത്വാം കിം ഭക്ഷ്യേ യഥാർത്ഥോഹം രഘൂത്തമ. ബ്രഹ്മാവിനാൽ മുമ്പ് പ്രാർത്ഥിക്കപ്പെട്ടതിനാൽ നീ എന്തിനായി അവതരിച്ചുവെന്നും എന്തിനാണ് ഈ വനവാസമെന്നും ഇനിമേൽ എന്ത് സംഭവിക്കുമെന്നും നിന്നെ ഉപാസിച്ച് സിദ്ധിച്ച ജ്ഞാനദൃഷ്ടിയാൽ എനിക്കറിയാം. അല്ലയോ രഘൂത്തമ, ഞാൻ കൃതാർത്ഥനാണ്. യസ്ത്വാം പശ്യാമി കാകുൽസ്ഥം പുരുഷം പ്രകൃതേ പരം രാമ തം അഭിവാദ്യാഹ സീതാ ലക്ഷ്മണ സംയുത. പ്രകൃതിക്കതീതനും കാകുൽസ്ഥനുമായ പരമപുരുഷനെ, സീതാലക്ഷ്മണ സമേതനായ രാമനെ ഞാനിതാ കാണുന്നു എന്ന് ഭക്തിപൂർവം നിന്ന ഭരദ്വാജമുനിയോട് ശ്രീരാമൻ അഭിവാദ്യം ചെയ്തറിയിച്ചു. അനുഗ്രഹ്യാസ്ത്വയാ ബ്രഹ്മൻ വയം ക്ഷത്രിയ ബാന്ധവാഃ ഇതി സംഭാഷ്യത്തെ അന്യോന്യമുഷീത്വാ മുനിസന്നിധൗ പ്രാതരുദ്ധായ യമുനാമുത്തീര്യ മുനിദാരകൈ കൃതാപ്ലവേന മുനിനാ ദൃഷ്ടമാർഗേണ രാഘവ പ്രയയൗ ചിത്രകൂടാദ്രിം വാൽമീകേർ യത്ര ച ആശ്രമ. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, ക്ഷത്രിയ ബാന്ധവരായ ഞങ്ങൾ അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്. ഇങ്ങനെ അന്യോന്യം സംസാരിച്ചുകൊണ്ട് അവർ അന്ന് ആ മുനിയുടെ ആശ്രമത്തിൽ വസിച്ചിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുനികുമാരന്മാർ ഉണ്ടാക്കിയ ചങ്ങാടത്തിൽ യമുനാ നദി കടന്ന് മുനി പറഞ്ഞ വഴിയെ ചിത്രകൂട പർവ്വതത്തിലെത്തി. അവിടെയായിരുന്നു വാൽമീകിയുടെ ആശ്രമം. ഗത്വാ രാമോദ വാൽമീകേർ ആശ്രമം ഋഷിസങ്കുലം നാനാമൃഗദ്വിജാകീർണം നിത്യപുഷ്പഫലാകുലം
തത്ര ദൃഷ്ട്വാ സമാസീനം വാൽമീകിം മുനിസത്തമം നനാമ ശിരസാ രാമോ ലക്ഷ്മണേന ച സീതയാ. പിന്നീട് ശ്രീരാമൻ പലതരം മൃഗങ്ങളും പക്ഷികളും ഒക്കെ നിറഞ്ഞ പൂവും കായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായ മുനിമാർ തിങ്ങിപ്പാർക്കുന്നതായ വാൽമീകിയുടെ ആശ്രമത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന മുനിവരനായ വാൽമീകിയെ ദർശിച്ച് ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി ശിരസാ നമിച്ചു. ദൃഷ്ട്വാ രാമം രമാനാഥം വാൽമീകിർലോകസുന്ദരം ജാനകീ ലക്ഷ്മണോപേതം ജടാമകുടമണ്ഡിതം കന്ദർപ്പസദൃശാകാരം കമനീയാംബുജേക്ഷണം ദൃഷ്ട്വൈവ സഹസോത്തസ്ഥൗ വിസ്മയാനിമിഷേക്ഷണ ആലിംഗ്യ പരമാനന്ദം രാമം ഹർഷാശ്രുലോചനഃ പൂജയിത്വാ ജഗത്പൂജ്യം ഭക്ത്യാർഘ്യാദിവിരാധ്യത ഫലമൂലൈ സമുദ്രൈർഭോജയിത്വ ചലാളിതഃ. ലോകസുന്ദരനും രമാപതിയും സീതാലക്ഷ്മണ സമേതനുമായ ജടാമകുടം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ശ്രീരാമനെ കണ്ടപ്പോൾ വിസ്മയത്താൽ കണ്ണിമ പൂട്ടാതെ വാൽമീകി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നിറഞ്ഞ കണ്ണുകളോടെ പരമാനന്ദരൂപനായ രാമനെ പുണർന്നു. ലോകാരാധ്യനെ അർഘ്യാദ്യാദികളാൽ ഭക്തിപൂർവം പൂജിച്ചാദരിച്ച് മധുരക്കനികളും കിഴങ്ങുകളുമെല്ലാം കൊടുത്ത് പരിചരിക്കുകയും ചെയ്തു. രാഘവ പ്രാഞ്ജലി പ്രാഹ വാൽമീകിം വിനയാണ്ണിതഃ പിതുരാജ്ഞാം പുരസ്കൃത്യ ദണ്ഡകാൻ ആഗതാവയം. രാഘവൻ കൈകൂപ്പി വിനയപൂർവ്വം വാൽമീകിയെ അറിയിച്ചു, എൻ്റെ പിതാവിൻ്റെ ആജ്ഞ മുൻനിർത്തി ഞങ്ങൾ ദണ്ഡകവനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഭവന്തോ യതി ജാനന്തി കിം ഭക്ഷ്യാം അത്ര കാരണം യത്ര മേ സുഖവാസായ ഭവേൽ സ്ഥാനം വദസ്വതത്. അങ്ങേക്ക് അറിവുള്ളതാകയാൽ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. എവിടമാണ് ഞങ്ങൾക്ക് സുഖവാസത്തിന് പറ്റിയ സ്ഥാനം എന്ന് പറഞ്ഞു തന്നാലും. സീതയാ സഹിതകാലം കിഞ്ചിത് തത്ര നയാമ്യഹം ഇത്യുക്തോ രാഘവേണാസൗ മുനി സസ്മിതമബ്രവീത്. സീതയോടുകൂടി അല്പകാലം കഴിയുന്നതിന് ഒരു വാസസ്ഥാനം രാമൻ ചോദിച്ചപ്പോൾ ആ മുനി പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ത്വമേവ സർവലോകാനാം നിവാസസ്ഥാനമുത്തമം തവാപി സർവഭൂതാനി നിവാസസദനാനി. സകല ലോകർക്കും ഉത്തമമായ വാസസ്ഥാനം അങ്ങ് തന്നെയാണല്ലോ. എല്ലാ ഭൂതങ്ങളും നിനക്ക് പാർപ്പിടമാകുന്നു. രാമൻ പരമപുരുഷനായ ഭഗവാനാണെന്ന കാര്യം വാൽമീകിക്കറിയാം. ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ പരമാത്മാവിൻ്റെ നിവാസസ്ഥാനമാണ്. ഈശാവാസ്യമിതം സർവം, എല്ലാത്തിൻ്റെയും ആധാരം ഈശ്വരനാണല്ലോ. വിശ്വത്തിലെല്ലാം പരമാത്മാവിനെയും പരമാത്മാവിൽ ഈശ്വരത്തെയും കാണുവാൻ കഴിയുന്നവനാണ് ഋഷി. ആ ഋഷിയെയാണ് ദ്രഷ്ടാവ് എന്ന് പറയുന്നത്. ഏവം സാധാരണം സ്ഥാനമുക്തം തേ രഘുനന്ദന സീതയാ സഹിതസ്യേതി വിശേഷം പൃച്ഛതസ്തവ തദ്വക്ഷ്യാമി രഘുശ്രേഷ്ഠ എത്തേ നിയതമന്തിരം. അല്ലയോ രഘുനന്ദന, സീതാസമേതം എവിടെ വസിക്കുമെന്ന് വിശേഷേണ ചോദിച്ച് അങ്ങേക്ക് സുനിശ്ചിതമായ മന്ദിരം ഏതെന്ന് ഞാൻ പറഞ്ഞു തരാം. ശാന്താനാം സമദൃഷ്ടീനാം അദ്വേഷ്ടൃണാം ച ജന്തുഷു ത്വാമേവ ഭജതാം നിത്യം ഹൃദയം തേ അധിമന്ദിരം. ശാന്തരും സമദൃഷ്ടികളും മറ്റു ജീവികളിൽ ദ്വേഷമില്ലാത്തവരും സദാ നിന്നെ തന്നെ ഭജിക്കുന്നവരുമായ ആളുകളുടെ ഹൃദയം നിന്റെ ഭവനമാണ്. ധർമാധർമാൻ പരിത്യജ്യ ത്വാമേവ ഭജതോ അനിശം സീതയാ സഹതേ രാമ തസ്യ ഹൃത് സുഖമന്ദിരം. ധർമാധർമ്മങ്ങളെല്ലാം പരിത്യജിച്ച്
നിന്നെ തന്നെ എന്നും ഭജിക്കുന്നവൻ്റെ ഹൃദയം സീതാസഹിതനായ അങ്ങേക്ക് സുഖകരമായ മന്ദിരമാണ്. ത്വന്മന്ത്രജാപകോ യസ്തു ത്വാമേവ ശരണം ഗത നിർദ്വന്ദ്വോ നിസ്പൃഹസ്തസ്യ ഹൃദയം തേ സുമന്ദിരം. നിന്റെ നാമമന്ത്രം ആര് ജപിക്കുന്നുവോ, നിന്നെ തന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത്, അവൻ ഭേദഭാവനയില്ലാത്തവനാണ്. കാമനയറ്റ അവൻ്റെ മനസ്സ് അങ്ങേക്ക് വളരെ നല്ല മന്ദിരമാണ്. നിരഹങ്കാരിണ ശാന്ത ഏ രാഗദ്വേഷവർജിതാഃ സമലോഷ്ടാശ്മ കനകാസ്തേഷാം തേ ഹൃദയം ഗൃഹം. അഹന്തയില്ലാത്തവരും ശാന്തരും രാഗദ്വേഷം അകന്നവരും കല്ലിനെയും സ്വർണത്തെയും എല്ലാം ഒരുപോലെ കാണുന്നവരുമായ സത്തുക്കളുടെ മനസ്സ് നിന്റെ ഭവനമാണ്. ത്വയി ദത്തമനോ ബുദ്ധിർ യസന്തുഷ്ട സദാ ഭവേത് ത്വയി സന്ധ്യക്തകർമായസ്തൻ മനസ്തേ ശുഭം ഗൃഹം. ഏതൊരുവന് മനസ്സും ബുദ്ധിയും നിന്നിലാക്കി നിന്നെ എല്ലാ കർമ്മവും സമർപ്പിച്ച് സദാ സന്തുഷ്ടനായി ഭവിക്കുന്നുവോ, അവൻ്റെ ഹൃദയം നിനക്ക് ശുഭകരമായ സദനമാണ്. യോ നദ്വേഷ്ട്യ പ്രിയം പ്രാപ്യ പ്രിയം പ്രാപ്യന ഹൃഷ്യതി സർവം മായേതി നിശ്ചിത്യ ത്വാം ഭജേത്തന്മനോഗൃഹം. അപ്രിയം വന്നാൽ കോപം വരാതിരിക്കുന്നവൻ, പ്രിയം വന്നാൽ ആഹ്ലാദിക്കാതെ എല്ലാം മായയെന്ന് നിശ്ചയിച്ച് അങ്ങയെ ആരാണോ ഭജിക്കുന്നത് അവൻ്റെ മനസ്സ് നിന്റെ ഗൃഹമാണ്. ഷഡ്ഭാവാദിവികാരാണ്യോ ദേഹേ പശ്യതിനാത്മനി ക്ഷുത്സുഖം ഭയം ദുഃഖം പ്രാണബുദ്ധ്യോർനിരീക്ഷതേ സംസാരധർമ്മൈർനിർമുക്ത തസ്യതേ മാനസംഗൃഹം. ഷഡ്ഭാവാദി വികാരങ്ങൾ ദേഹത്തിൻ്റെ മാത്രമാണെന്നും അത് ആത്മാവുമായി ബന്ധപ്പെടുന്നില്ലെന്നും വിശപ്പ്, ദാഹം, സുഖം, ദുഃഖം, ഭയം എന്നിവയെല്ലാം പ്രാണനും ബുദ്ധിക്കുമുള്ള ധർമ്മങ്ങളാണെന്നും ലോകധർമ്മങ്ങളിൽ നിന്ന് ആരാണോ വിടുതൽ നേടുന്നത് അവൻ്റെ മനസ്സ് നിനക്ക് ഉത്തമമായ ഗൃഹമാകുന്നു. പശ്യന്തിയേ സർവഗുഹാശയസ്തം ത്വാം ചിദ്ഘനം സത്യമനന്തമേകം അലേപകം സർവഗതം വരേണ്യം തേഷാം ഹൃദബ്ജേ സഹസീതയാവസ. സർവരുടെയും ഹൃദയസ്ഥിതനായും ചൈതന്യത്തിടമ്പായും സത്യവും ആദിമധ്യാന്തങ്ങളില്ലാത്തവനുമായ ഏകനായ ഒന്നിലും പുരളാത്തവനായ സർവവ്യാപിയായ വരണീയനായ അങ്ങയെ ആരാണോ ഹൃദയത്തിൽ വച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ സീതയോടുകൂടി അങ്ങ് വസിച്ചുകൊള്ളുക. നിരന്തരാഭ്യാസദൃഢീകൃതാത്മനാം ത്വത്പാദസേവാ പരിനിഷ്ഠിതാനാം ത്വന്നാമകീർത്തിയാഹതകൽമഷാണാം സീതാസമേതസ്യ ഗൃഹം ഹൃദബ്ജേ. ഇടതടവില്ലാത്ത അഭ്യാസത്താൽ മനോദൃഢത ശീലിച്ചിട്ടുള്ളവരും അങ്ങയുടെ പാദസേവയിൽ പൂർണ്ണ നിഷ്ഠ പുലർത്തുന്നവരും അവിടുത്തെ നാമസങ്കീർത്തനത്താൽ പാപം നീങ്ങിയവരുമായ സജ്ജനങ്ങളുടെ മനതാരിലാണ് സീതാസമേതനായ അങ്ങ് വസിക്കേണ്ടത്. രാമ ത്വന്നാമ മഹിമാ വർണ്യതേ കേന വാ കഥം യത് പ്രഭാവാത് അഹം രാമ ബ്രഹ്മർഷിത്വം അവാപ്തവാൻ. അല്ലയോ രാമ, അവിടുത്തെ നാമമഹാത്മ്യം എങ്ങനെയാണ് വർണ്ണിക്കുക? അങ്ങയുടെ നാമപ്രഭാവത്താലാണല്ലോ ഞാൻ ബ്രഹ്മർഷിപദം പ്രാപിച്ചത്. ഇവിടെ വാൽമീകി തൻ്റെ പുരാവൃത്തം പറയുകയാണ്. അഹം പുരാ കിരാതേഷു കിരാതൈ സഹവർദ്ധിത ജന്മമാത്രതിജത്വം മേ ശൂദ്രാചാരരഥ സദാ. ഞാൻ പണ്ട് കാട്ടാളരുടെ ഇടയിൽ വളർത്തപ്പെട്ടവനാണ്. എനിക്ക് ജന്മമാത്ര ദ്വിജത്വമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സദാ ശൂദ്രനോട് ചേർന്ന കർമ്മങ്ങളിലാണ്
മുഴുകിയത്. ശൂദ്രായാം ബഹവപുത്ര ഉൽപ്പന്നാമേ അജിതാത്മനഃ തതശ്ചൗരൈശ്ച സംഗമ്യ ചൗരോഹം അഭവം പുരാ ധനുർബാണരഥോ നിത്യം ജീവാനാം അന്ധഗോപമ ഏകദാ മുനേയ സപ്തദൃഷ്ടാ മഹതി കാനനെ സാക്ഷാന്മയാ പ്രകാശന്തോ ജ്വലനാർക്ക സമപ്രഭാ താൻ അന്വധാവം ലോഭേന തേഷാം സർവപരിച്ഛദാൻ ഗ്രഹീതു കാമസ്ത്രസ്താഹം തിഷ്ടതിഷ്ഠേതി ചാബ്രവം ദൃഷ്ട്വാ മാം മുനയോ പൃച്ഛൻ കിമായാസി ദുജാതമ. ആത്മനിയന്ത്രണമില്ലാത്ത എനിക്ക് ധാരാളം സന്താനങ്ങളുണ്ടായി. കള്ളന്മാരുമായി കൂട്ടുകൂടി ഞാൻ കള്ളനുമായി തീർന്നു. വില്ലും അമ്പുമേന്തി ജീവികൾക്ക് കാലനായി ഞാൻ വർദ്ധിച്ചു. ഒരിക്കൽ ഒരു കൊടുങ്കാട്ടിൽ വെച്ച് സപ്തർഷികൾ വരുന്നത് കണ്ടു. സൂര്യനെപ്പോലെ പ്രകാശിച്ചിരുന്ന ആ മുനിമാരുടെ വസ്ത്രങ്ങളും സാമഗ്രികളുമെല്ലാം തട്ടിപ്പറിക്കാൻ ആഗ്രഹിച്ച് അവരുടെ പുറകെ ഓടി. നിക്ക് 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 എന്ന് വിളിച്ചു പറഞ്ഞു. എന്നെ നോക്കി മുനിമാർ ചോദിച്ചു, ബ്രാഹ്മണ അധമ, നീ എന്തിനാണ് ഞങ്ങളുടെ പുറകെ വരുന്നത്? അഹന്താനബ്രവം കിഞ്ചിദാതാതും മുനിസത്തമാഹ പുത്രധാരാദയ സന്ധി ബഹവോ മേ ബഭുക്ഷിതാ തേഷാം സംരക്ഷണാർത്ഥായ ചരാമി ഗിരികാനനെ തതോ മാമുജുരവ്യഗ്രാ പൃച്ഛഗത്വാ കുടുംബകം യോ യോ മയാ പ്രതിദിനം ക്രിയത്തെ പാപസഞ്ജയഃ യൂയം തദ് ഭാഗിന കിംബാനേതി വേദി പൃഥക് പൃഥക്. ഞാൻ അവരോട് പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, എനിക്ക് വളരെ മക്കളും ഭാര്യമാരുണ്ട്. വിശന്ന് വലയാണ്. എന്തെങ്കിലും അല്പം എടുക്കാനാണ് ഞാൻ വന്നത്. അവരെ പുലർത്താൻ മലയിലും കാട്ടിലുമൊക്കെ ഞാൻ നടക്കുകയാണ്. ഇത് കേട്ട് മുനിമാർ എന്നോട് ശാന്തചിത്തരായി പറഞ്ഞു, നീ കുടുംബത്തിൽ ചെന്ന് പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരോടും ചോദിക്കണം. ദിവസവും പല പാപങ്ങൾ ചെയ്ത് നിങ്ങളെ ഞാൻ പോറ്റുന്നുവല്ലോ, അതിൻ്റെ പങ്ക് അവർ കൂടി വഹിക്കുമോ എന്ന് ചോദിക്കണം. വയം സ്ഥാസ്യാമഹേ താവത് ആഗമിഷ്യസി നിശ്ചയ തഥേതുയുക്ത്വാ ഗൃഹം ഗത്വാ മുനിഭിർ യദുദീരിതം അപൃച്ഛം പുത്രധാരാദീം സ്ഥൈര്യുക്തോഹം രഘുത്തമ പാപം തവൈവ തൽസർവം വയം ദോ ഫലഭാഗിനഃ. മടങ്ങി വരുന്നവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം എന്ന് അവർ പറഞ്ഞത് കേട്ട് ഞാൻ ഉടൻ വീട്ടിൽ ചെന്ന് മുനിമാർ പറഞ്ഞതായ കാര്യം മക്കളോടും ഭാര്യമാരോടും ചോദിച്ചു. അല്ലയോ രാഘവ, അവര് എന്നോട് പറഞ്ഞത് പാപമായതെല്ലാം നിങ്ങൾ തന്നെ ഭുജിക്കുക, ഞങ്ങൾ അതിൻ്റെ ഗുണഫലം മാത്രം സ്വീകരിച്ചുകൊള്ളാം. തച്ഛ്രുത്വാ ജാത നിർവേദോ വിചാര്യ പുനരാഗമം മുനയോ യത്ര തിഷ്ഠന്തി കരുണാപൂർണമാനസാഃ മുനീനാം ദർശനാദേവ ശുദ്ധാന്തഃകരണോ ഭവം ധനുരാദീൻ പരിത്യജ്യ ദണ്ഡവത് പതിതോസ്മ്യഹം. വീട്ടുകാർ പറഞ്ഞത് കേട്ട് ഞാൻ ഉടൻ തന്നെ പശ്ചാത്താപത്തോടുകൂടി ആ കാരുണ്യവാന്മാരായ മുനിമാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മുനിമാരുടെ ദർശനം കൊണ്ട് തന്നെ ഞാൻ ശുദ്ധഹൃദയനായി മാറി. വില്ല് വലിച്ചെറിഞ്ഞു അവരുടെ പാദത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. രക്ഷധ്വം മാം മുനിശ്രേഷ്ഠ ഗച്ഛന്തം നിരയാർണവം ഇത്യഗ്രേ പതിതം ദൃഷ്ട്വാ മാം ഉജോർമുനിസത്തമാഃ. മുനിവരന്മാരെ, നരകക്കടലിലേക്ക് പായുന്ന എന്നെ രക്ഷിക്കണേ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മുമ്പിൽ കിടന്ന എന്നെ നോക്കി മുനിമാർ പറഞ്ഞു, ഉത്തിഷ്ഠോത്തിഷ്ഠഭദ്രം തേ സഫലസൽസമാഗമഃ ഉപദേക്ഷ്യാമഹേ തുഭ്യം കിഞ്ചിത് തേനൈവ മോക്ഷ്യസേ പരസ്പരം സമാലോച്യ ദുർവൃത്തോയം ദ്വിജാതമഃ ഉപേക്ഷേവ സദ്വൃത്തൈ തഥാപി ശരണം ഗത രക്ഷണീയ പ്രയത്നേന മോക്ഷമാർഗോപദേശതഃ.
എഴുന്നേൽക്കൂ, നിനക്ക് സർവമംഗളങ്ങളും വരും. സത്തുക്കളുമായുള്ള ചേർച്ച നിനക്ക് ഫലമുണ്ടാക്കും. നിനക്ക് ഞങ്ങളൊരു ഉപദേശം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരന്യോന്യം ആലോചിച്ചു. അധമ ബ്രാഹ്മണനാണ്, ദുർനടപ്പുകാരനാണ്, സത്തുക്കളാൽ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ്. എങ്കിലും നമ്മളെ ശരണം പ്രാപിച്ചതുകൊണ്ട് അവന് മോക്ഷമാർഗം ഉപദേശിക്കാം എന്ന് അവർ ആലോചിച്ച് തീരുമാനിച്ചു. ഇത്യുക്ത്വാ രാമ തേ നാമ വ്യത്യസ്താക്ഷരപൂർവകം ഏകാഗ്രമനസാസ്ത്രൈവ മരേതി ജപ സർവദാ. ഇപ്രകാരം പറഞ്ഞ രാമ, അങ്ങയുടെ പേര് വ്യത്യസ്തമായ അക്ഷരക്രമത്തോടെ മാരാ എന്ന് പറഞ്ഞു. ഞാനത് ഇവിടെ ഏകാഗ്ര മനസ്സോടെ എപ്പോഴും ജപിച്ചുകൊള്ളുക എന്ന ഉപദേശമനുസരിച്ച് ജപിച്ചുകൊണ്ടേയിരുന്നു. ആഗച്ഛാമ പുനർയാവത്താവദുക്തം സദാജപ ഇത്യുക്ത്വാ പ്രയയു സർവേ മുനയോ ദിവ്യദർശനാഃ അഹം യദോപദിഷ്ടം തൈസ്തദാ കരവമഞ്ജസാ ജപന്നേകാഗ്രമനസാ ബാഹ്യം വിസ്മൃതവാഹനം ഏവം ബഹുദുതേ കാലേ ഗതേ നിശ്ചലരൂപിണഃ സർവസംഗവിഹീനസ്യ വാൽമീകോ അഭൂന്മവോപരി. മടങ്ങി വരുന്നതുവരെ രാമനാമം സദാ ഉരുവിടണം എന്നു പറഞ്ഞ് ആ ദിവ്യന്മാരായ മഹർഷിമാർ കടന്നുപോയി. അവരുടെ ഉപദേശമനുസരിച്ച് ഞാൻ ഏകാഗ്ര മനസ്സോടെ രാമനാമം ഉരുവിട്ട് പുറമേ ഉള്ളതെല്ലാം മറന്നുപോയി. അങ്ങനെ അനേക കാലം കഴിഞ്ഞു. എല്ലാ ബന്ധവും വിട്ട് അനക്കമറ്റിരുന്ന എൻ്റെ മേൽ വാൽമീകം അഥവാ ചിതൽപുറ്റ് വന്ന് മൂടി. തതോ യുഗസഹസ്രാന്തേ ഷയ പുനരാഗമൻ മാമോജുർനിഷ്ക്രമസ്വേദി തശ്രുത്വാ തൂർണമുദ്ധിത വാൽമീകാത് നിർഗതച്ഛാഹം നീഹാരാദിവ ഭാസ്കര മാമപ്യാഹുർമുനിഗണ വാൽമീകിസ്ത്വം മുനീശ്വര. അനേക കാലം കഴിഞ്ഞ് മുനിമാർ വീണ്ടും വന്നു. പുറത്തേക്ക് വരൂ എന്ന് അവർ എന്നോട് അരുളി ചെയ്തു. അങ്ങനെ മൂടൽ മഞ്ഞിൽ നിന്ന് സൂര്യൻ എന്ന പോലെ ചിതൽപുറ്റിൽ നിന്ന് വെളിയിൽ വന്ന എന്നോട് ആ മുനിമാർ ഇപ്രകാരം പറഞ്ഞു: മഹാമുനി, നിങ്ങൾ വാൽമീകിയാകുന്നു. വാൽമീകാത് സംഭവോ യസ്മാത് ദ്വിതീയം ജന്മതേ അഭവത് ഇത്യുക്ത്വാ തേ യയുർദിവ്യഗതിം രഘുകുലോത്തമ. വാൽമീകത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജനിച്ചതുകൊണ്ട് രണ്ടാമതൊരു ജന്മം എനിക്ക് കൈവന്നിരിക്കുകയാണ്. അല്ലയോ രഘുവംശ പ്രദീപമേ, എന്നെ അനുഗ്രഹിച്ചിട്ട് ആ മുനിമാർ ദേവലോകത്തേക്ക് യാത്രയായി. അഹം തേ രാമനാമശ്ച പ്രഭാവാത് ഈദൃശോ ഭവം അദ്യ സാക്ഷാത് പ്രപശ്യാമി സസീതം ലക്ഷ്മണേന ച രാമം രാജീവപത്രാക്ഷം ത്വാം മുക്തോ നാത്ര സംശയഃ ആഗശ്ച രാമഭദ്രം തേ സ്ഥലം വൈ ദർശയാമ്യഹം. അല്ലയോ രാമ, ഞാൻ നിന്റെ നാമപ്രഭാവത്താൽ ഇപ്രകാരമായി തീർന്നു. ഇന്ന് സീതാലക്ഷ്മണ സമേതം ആ ചിന്താമരക്കണനായ നിന്നെ കാണാൻ സാധിക്കുകയാണ്. ഞാൻ മുക്തനായി എന്നതിൽ സംശയമില്ല. രാമ, വന്നാലും നിനക്ക് സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ. താമസിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാട്ടിത്തരാം. ഏവമുക്ത്വാ മുനിശ്രീമാൻ ലക്ഷ്മണേന സമന്വിതഃ ശിഷ്യൈ പരിവൃതോ ഗത്വാ മധ്യേ പർവ്വതഗംഗയോഃ തത്ര ശാലാം സുവിസ്തീർണാം കാരയാമാസ വാസഭൂ പ്രാഗ് പശ്ചിമം ദക്ഷിണോദക് ശോഭനം മന്ദിരദ്വയം. ഇങ്ങനെ പറഞ്ഞ് പുണ്യവാനായ ആ വാൽമീകി ശിഷ്യന്മാരോടുകൂടി ചെന്ന് ലക്ഷ്മണനെയും കൂട്ടി ചിത്രകൂട പർവ്വതത്തിനും ഗംഗയ്ക്കുമിടയ്ക്കുള്ള ഒരു സ്ഥലത്ത് അതിമനോഹരമായ വിശാലമായ ഒരു പർണശാല ഉണ്ടാക്കുകയും ചെയ്തു. കിഴക്ക് പടിഞ്ഞാറായും തെക്ക് വടക്കായും മനോഹരമായ 2 മന്ദിരങ്ങളും അതിൽ ഉണ്ടാക്കിച്ചു.
ജാനക്യാ സഹിതോ രാമോ ലക്ഷ്മണേന സമന്വിതഃ തത്ര തേ ദേവസദൃശാ ഹ്യവസൻ ഭവനോത്തമേ. ജാനകി ദേവിയോടും ലക്ഷ്മണനോടും കൂടി രാമൻ അവിടെ വസിച്ചു. ഉത്തമമായ ആ ഭവനത്തിൽ അവർ മൂവരും ദേവന്മാരെ പോലെയാണ് താമസിച്ചത്. വാൽമീകിനാ തത്ര സ പൂജിതോയം രാമസസീത സകലക്ഷ്മണേന ദേവൈർമുനീന്ദ്രൈ സഹിതോ മുദാസ്തേ സ്വർഗേ യഥാ ദേവപതിശച. സീതയോടും ലക്ഷ്മണനോടും കൂടി രാമൻ ചിത്രകൂടത്തിൽ വാൽമീകിയാൽ പൂജിതനായി ദേവന്മാരോടും മുനീന്ദ്രന്മാരോടും കൂടി ദേവേന്ദ്രൻ ശചീദേവിയോടൊത്ത് സ്വർഗത്തിലെന്ന പോലെ സന്തോഷത്തോടെ വസിച്ചു. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡേ ഷഷ്ടസർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.